കരുനാഗപ്പള്ളി നഗരസഭാ ശ്മശാനത്തിന്റെ പ്രവർത്തനം വീണ്ടും നിലച്ചു. മൂന്നാമത് തവണയാണ് പ്രവർത്തനം നിലച്ചത്. 2019 മുൻ MLA R രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ശാന്തം ക്രിമിറ്റോറിയമാണ് വീണ്ടും നിശ്ചലമായത്. ശ്മശാനത്തിലെ ബർണർ കേടായതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. കരുനാഗപ്പള്ളി നഗരസഭയുടെ കീഴിലുള്ള ശ്മശാനത്തിന്റെ പ്രവർത്തനമാണ് വീണ്ടും അവതാളത്തിലായത്. ഇത് മൂന്നാം തവണയാണ് ശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചത്. 2019 R രാമചന്ദ്രൻ MLA ശ്മശാനം ഉദ്ഘാടനം ചെയ്തത്. കരുനാഗപ്പള്ളി നഗരസഭയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ശവസംസ്കാരത്തിനായി ആശ്രയിച്ചിരുന്നത് ഈ ശ്മശാനത്തെയാണ്. ശ്മശാനത്തിലെ ബർണർ കേടായതാണ് പ്രവർത്തനം നിലയ്ക്കാൻ കാരണമെന്നാണ് പറയുന്നത്. ഇതോടെ മരണം സംഭവിച്ചാൽ ജനങ്ങൾ മൃതശരീരം ആംബുലൻസിൽ കൊല്ലത്തെത്തിച്ച് വേണം സംസ്കരിക്കാൻ. ചിലപ്പോൾ ഊഴം നോക്കി മൃതശരീരവുമായി മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ അടുത്ത ദിവസമാകാം അവസരം ലഭിക്കുക. മാസങ്ങൾക്ക് മുമ്പ് പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധം നടത്തിയിരുന്നു. തുടർന്ന് നഗരസഭ ഇടപെട്ട് ശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും തകരാറിലായി. കഴിഞ്ഞ 15 വർഷമായി കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി ഭരണം ഏറ്റെടുത്തിട്ട് ഈ ശ്മശാനത്തിന്റെ വിഷയം എന്നും ഒരു ദുഃഖത്തിൽ തന്നെ അത് കഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കഴിഞ്ഞു പോകുന്നത്. കാര്യം കരുനാഗപ്പള്ളിയിലെ വലിയ സമ്പന്നമായി നിൽക്കുന്ന ഒരു നഗരപ്രദേശമല്ല കരുനാഗപ്പള്ളി. വളരെ വികസിതമായി നിൽക്കുന്ന ഒരു ജനപ്രദേശം ഉള്ള ഒരു മേഖലയാണ് കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റി. എല്ലാവരും ഈ ഭൂമിയുടെ വില അനുസരിച്ചും മറ്റ് ജനബാഹുല്യം അനുസരിച്ചും എല്ലാം 5 സെന്റും 3 സെന്റും 10 സെന്റിൽ താഴെയാണ് ആൾക്കാർ, ബഹുഭൂരിപക്ഷം ആൾക്കാർ താമസിക്കും. അതിൽ തന്നെ നല്ലൊരു ഭാഗം ആൾക്കാർ നിത്യവൃത്തിക്ക് തന്നെ വകയില്ലാതെ വാടകയ്ക്കും കൂലിപ്പണിയൊക്കെ ചെയ്താണ് അവർ ജീവിച്ചു പോകുന്നത്. ഇവിടെയൊക്കെ വൃദ്ധരായവരുണ്ടായിരിക്കും, ആരോഗ്യപരമായ ചികിത്സ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ വാർദ്ധക്യ സഹജമായ വിഷയങ്ങൾ മരണപ്പെട്ടാൽ ഒന്ന് അടക്കാനുള്ള ഒരു പ്രാഥമിക സൗകര്യം പോലും കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിൽ ഇല്ലാത്ത അവസ്ഥയാണ്. കാര്യം നമ്മൾ ഇവിടുന്ന് 22 കിലോമീറ്റർ ദൂരെ ഉള്ള കൊല്ലം നഗരത്തെ വേണം നമുക്കൊരു ശ്മശാനമായിട്ട് നമുക്ക് ആകെ കാണേണ്ടത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടി പല പ്രാവശ്യം മുനിസിപ്പാലിറ്റി അധികാരികളായിട്ട് നമ്മൾ സംസാരിച്ചു. അവരുമായിട്ട് പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഒരു തുറക്കാത്തതിനാൽ അവസാനം പിന്നെ സമരമുറയായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അറ്റകുറ്റപ്പണിക്കായി 70,000 രൂപ വേണ്ടിവരുമെന്നും അതിന് അപ്രൂവൽ ലഭിക്കാത്തതാണ് കാരണമെന്നുമാണ് നഗരസഭ അധികൃതർ പറയുന്നത്. പുതിയ ഭരണസമിതി നിലവിൽ വരുന്നതോടെ എത്രയും വേഗം ശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.